നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളങ്ങി നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തലസ്ഥാനത്തെ വട്ടിയൂർക്കാവ്. കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവ് കെ മുരളീധരനും മുൻ എംഎൽഎ കൂടിയായ ഇടതുമുന്നണിയുടെ PS പ്രശാന്തിനുമൊപ്പം മുൻ DGPയായ BJPയുടെ ആർ ശ്രീലേഖയും ഇവിടെ ജനഹിതം തേടുകയാണ്. BJPക്കെതിരെ എന്നും കടുത്ത വിമർശനമുയർത്തുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഒളിയമ്പുകൾ തൊടുത്താണ് മുന്നേറുന്നത്. മെയ് മാസത്തോടെ പാചകവാതക ക്ഷാമം രൂക്ഷമായേക്കുമെന്നതിനാൽ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. ആശയങ്ങൾ മുൻനിർത്തിയാണ് പോരാട്ടമെന്നും അദ്ദേഹം ജീവൻ ന്യൂസിനോട് പറഞ്ഞു. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിക്കുകയും ഇടതുപക്ഷം വന്ന് പൂട്ടുകയും ചെയ്ത രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ പുനരാരംഭിക്കും. അതുപോലെ തന്നെ ജംഗ്ഷൻ വികസനം, യഥാർത്ഥ ജംഗ്ഷൻ വികസനം ഞങ്ങൾ പൂർത്തിയാക്കും. പേരൂർക്കട മേൽപ്പാലം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കും. അതിന് പുറമെ മെട്രോ തിരുവനന്തപുരത്ത് UDFന്റെ സ്വപ്നമായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നു. അത് ഞങ്ങൾ പ്രായോഗികമാക്കും. അത് കുറഞ്ഞുപോയി. എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദമായിരിക്കാം ഇലക്ഷൻ ഇത്ര നേരത്തെയാക്കിയത്. കാരണം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ LPG ഗ്യാസ് കിട്ടാത്ത അവസ്ഥ മെയ് മാസം തൊട്ട് കേരളത്തിലുണ്ടാവും. അതിനു മുമ്പ് ഇലക്ഷൻ നടത്താനുള്ളൊരു ശ്രമമായിരിക്കാം ഇത്ര പെട്ടെന്നൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ കാരണം. വികസിത കേരളം മുദ്രാവാക്യം മുൻനിർത്തിയാണ് പ്രചാരണം മുന്നോട്ടു പോകുന്നതെന്ന് BJPയുടെ നഗരസഭാ കൌൺസിലറും വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായ ശ്രീലേഖ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് ഉള്ളത് കാര്യമായിട്ട്. പിന്നെ സുരക്ഷിതത്വം കുറച്ച് കുറവുണ്ട്. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ വികസിത വട്ടിയൂർക്കാവ് കൂടുതൽ നല്ല രീതിയിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പല പല വികസിത നയങ്ങൾ അവിടെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക് ഒക്കെ ഉള്ളത് മാറ്റാനായിട്ട് ഒരു പഴയ IPS ഉദ്യോഗസ്ഥ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. മുൻ മേയറും MLAയുമായ PS പ്രശാന്തിലൂടെ തലസ്ഥാനത്തെ മേൽക്കോയ്മ നിലനിർത്താനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പ്രശാന്ത് ജീവൻ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 6 വർഷവും LDF ഗവൺമെന്റ് പരമാവധി സഹായം ഇവിടെ ചെയ്തു. 1658 കോടി രൂപ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോ മുൻകാല ജനപ്രതിനിധികളുടെ കാലത്ത് പണമില്ലാത്തത് കൊണ്ടാണ് അതൊന്നും നടക്കാതെ, ഞാൻ അവരെയൊന്നും കുറ്റം പറയുന്നില്ല, നടക്കാതെ പോയി. ആ പണമാണ് ഗവൺമെന്റ് കണ്ടെത്തി ഈ തവണ തന്നത്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.